വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 4th ചാപ്റ്റർ, അതായത് യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്ന് പറയുന്ന ഒരു പോമാണ്. അപ്പോൾ ഈ പോം എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന ഒരു പോയറ്റാണ്. നമുക്ക് അവരെ പറ്റി നോക്കാം. എമിലി ഡിക്കിൻസൺ വാസ് ആൻ അമേരിക്കൻ പോയറ്റ് with a unique and innovative style. Born in Massachusetts, she lived much of her life in seclusion. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. Her poems explore the theme of death, immortality, nature, and human nature. Her most famous poems include Because I Could Not Stop from Death, I Heard a Fly Buzz When I Died, and Success Encountered Sweetness. അപ്പോൾ എമിലി ഡിക്കൻസൺ എന്ന് പറയുന്നത് 1830 മുതൽ 1886 വരെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു. അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്, രചനാ ശൈലി എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ യുണീക്കും ഇന്നോവേറ്റീവും ഒക്കെ ആയിരുന്നു. അതായത് പുതിയ പുതിയ രീതിയിലൊക്കെയാണ് അവർ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത്. അവർ മസാച്യുസെറ്റ്സിലാണ് ജനിക്കുന്നത്. ഏകദേശം 1800ഓളം 1800 പോംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ എമിലി ഡിക്കൻസൺ അവരുടെ ജീവിതകാലത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് കവിതകൾ മാത്രമേ അവർ ജീവിച്ചിരുന്നപ്പോൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇന്ത്യയാണ്, അവർ മരിച്ച ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി അവരുടെ പോയറ്റിൻ്റെ ഈ പോയറ്റിൻ്റെ എമിലി ഡിക്കൻസൻ്റെ ആ പോയത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ, ഈ പോയം മാത്രമല്ല അവർ ജനറലി അവരുടെ പോയങ്ങളുടെ തീം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഡെത്ത്, മരണം, ഇമ്മോർട്ടാലിറ്റി, അനശ്വരത, അതായത് മരണമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ്, നേച്ചർ, പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു നേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു രീതികൾ, അതിനെപ്പറ്റിയൊക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എമിലി ഡിക്കൻസൺ തൻ്റെ പോയങ്ങളിൽ എന്തായിട്ട് തീമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കവിതകളെന്ന് പറയുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, അത് കഴിഞ്ഞിട്ട് ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ്, ആൻഡ് ദ തേർഡ് വൺ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കവിതകളും നമുക്ക് ആ ഒരു എബൌട്ട് ദ പോയറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയറ്റ്. അടുത്ത് നമുക്ക് കവിതയിലേക്ക് പോവാം. സംഭവം ഈ കവിത എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. 4 ലൈൻ വീതമുള്ള 3 സ്റ്റാൻസ, അതായത് 12 വരികൾ മാത്രമേ ഈ കവിതയിലാകെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് ആ ഒരു കവിതയുടെ അപ്പിയറൻസിൽ നിന്നും ആ ടൈറ്റിൽ നിന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്, അതായത് എന്താണ്? പ്രതീക്ഷകൾ അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന സംഭവത്തിന് എന്തുണ്ട്? ചിറകുണ്ട്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ഇപ്പോൾ ചിറകുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ജനറലി ഒരൊറ്റ ചോദ്യം ചോദിക്കാം, ചിറകുള്ളത് ആർക്കാണ്? ചിറകുള്ളത് പക്ഷികൾക്കാണ് അല്ലേ? മോസ്റ്റ് കോമൺ ആയിട്ട്, വേറെ ജീവികൾക്കൊക്കെ ചിറക് കാണും, പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ചിറകുള്ളത് ആർക്കാണ്? പക്ഷികൾക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹേർട്ടിനകത്ത് ഒരു പക്ഷി ഇരിക്കുന്ന ഒരു സിമ്പലുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ ചിലയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക്, ആ ഒരു പക്ഷിയുടെ നാദം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഇമേജും, ആ കവിതയ്ക്ക് ആസ്പദമായി കൊടുത്തിരിക്കുന്ന ഇമേജും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ മനസ്സിലായി പ്രതീക്ഷയെയും ഒരു പക്ഷിയെയും, ഒരു ചെറിയ പക്ഷിയെയും തമ്മിൽ കമ്പയർ ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, സിമ്പിളാണ്. പ്രതീക്ഷയെയും ഒരു ചെറിയ പക്ഷിയെയും തമ്മിൽ കമ്പയർ ചെയ്ത് വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ മെറ്റഫർ. ഒരു മെറ്റഫറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയാണ് എന്ന് പറയുകയാണ്. ഓക്കെ, ഇനി ആ പക്ഷിയുടെ പൊസിഷൻ നോക്കുക. എന്താണ്? ഹേർട്ടിനകത്താണ്, അതായത് മനുഷ്യൻ്റെ ഉള്ളിലാണ് പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്ന പക്ഷി ഇരിക്കുന്നത് എവിടെയാണ്? ചിറകുള്ള പക്ഷി ഇരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതാണ് ഈ കവിതയുടെ തീം അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് നോക്കാം. ഫസ്റ്റ് ആൻസർ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് ദാറ്റ് പ്രീച്ചസ് ഇൻ ദ സോൾ and sings the tune without the words and never stops at all. പറയാണ് എന്താണ്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ഇപ്പോൾ ഫെതേഴ്സ് ഉള്ള, ചിറകുകളുള്ള അല്ലെങ്കിൽ തൂവലുകളുള്ള, ഓക്കെ, ഇവിടെ ഫെതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിറകുകളെയാണ്, തൂവലെന്നാണ് അതിൻ്റെ ജനറൽ അതിൻ്റെ മീനിങ്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? തൂവലുകളുള്ള അല്ലെങ്കിൽ ചിറകുള്ള ഒരു കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാം. അതൊന്ന് അവർ വളച്ച് അല്ലെങ്കിൽ ഒന്ന് ബെൻഡാക്കി കൊടുത്തിരിക്കുകയാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ പക്ഷിയാണ്. ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ, അതെവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ആ ഒരു ആത്മാവിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, നമ്മുടെ സോളിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ എവിടെയാണ്? ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷ എവിടെയാണ്? പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിനകത്താണ്, നമ്മുടെ ഉള്ളിലാണ് പ്രതീക്ഷ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ കിളി, ഇപ്പോൾ ഒരു കിളി അല്ലെങ്കിൽ ഒരു പക്ഷി
പക്ഷി ചിലയ്ക്കുന്ന ആ ഒരു സംഗീതം ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വേർഡ്സ് ഇല്ല അല്ലേ, അതിന് വാക്കുകളില്ല. അതൊരു ട്യൂണാണ്, അതൊരു ട്യൂൺ കണക്കാണ് പോകുന്നത്. അല്ലാതെ അതിന് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷബിളായിട്ട് പറയാൻ പറ്റുന്ന വാക്കുകളൊന്നും അതിനകത്തില്ല. പകരം എന്താണ്, അത് ട്യൂണാണ്. അതുപോലെയാണ് ആ ഒരു പക്ഷി ചിലയ്ക്കുന്ന ആ ഒരു സംഗീതം പോലെയാണ് പ്രതീക്ഷ. അതിനെന്തില്ല, അത് ട്യൂണാണ്, അതിനെന്തില്ല, വേർഡ്സ് ഇല്ല. അതായത് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു സംഭവമാണ്. അത് നമ്മൾ ലോജിക്കലി അനലൈസ് ചെയ്തുകൊണ്ടോ ലോജിക്കൽ റീസണിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയോ ഒന്നും ഉണ്ടാകുന്നൊരു കാര്യമല്ല. ജനറലി നമ്മുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനകത്ത് ഉണ്ടാകുന്ന ഒരു വേർഡ്സ് ഇല്ലാത്തെന്ന് വെച്ചാൽ ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഓക്കെ ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ലീഗൽ റീസണിങ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഉള്ളിനകത്ത് വരുന്ന ഒരു സംഭവമാണ് പ്രതീക്ഷ. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. പ്രതീക്ഷ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു അൺടയറിങ് സംഭവമാണ്. പ്രതീക്ഷ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. പ്രതീക്ഷ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ചിറകുള്ള അല്ലെങ്കിൽ തൂവലുകളുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയാണ്. അതെവിടെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ആത്മാവിലാണ് അത് ജീവിക്കുന്നത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ്. അതായത് എന്ത് ചെയ്യുന്നുണ്ടോ, അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നില്ല, പകരം അതെന്താണ്, ട്യൂണായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു കിളിയുടെ നാദം കണക്ക് ഒരു ട്യൂണാണ്, വേർഡ്സ് അല്ല. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ലോജിക്കലി പോസിബിൾ ആയിട്ടൊന്നും തോന്നണമെന്നില്ല. അതുമാണ് അതിൻ്റെ അർത്ഥം. കിളിയുടെ നാദം കേൾക്കുമ്പോൾ കിളി എന്താണ് പറയുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെയാണ് പ്രതീക്ഷ. നമ്മുടെ പ്രതീക്ഷകൾ കാണുമ്പോൾ അത് ലോജിക്കലി പോസിബിൾ ആണോ, അത് ഫാക്ച്വലി സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കോ അത് നമ്മുടെ പ്രതീക്ഷകൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കോ ഒന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മറിച്ച് ആ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്താണ് ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഒരു ട്യൂൺ മാത്രമാണ്, അല്ലാതെ അതിന് വേർഡ്സ് ഇല്ല. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. പ്രതീക്ഷ ഒരിക്കലും അസ്തമിക്കുന്നില്ല, പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് ആൻസർ. അപ്പോൾ ഇവരിവിടെ പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ്, നമ്മളുടെ കോൺസെപ്റ്റിൽ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവരുദ്ദേശിക്കുന്നത് ആ പ്രതീക്ഷ അല്ല, മറിച്ച് പ്രതീക്ഷയെയും ആ ഒരു ഹ്യൂമൻ ഒപ്റ്റിമിസത്തെയും മനുഷ്യൻ്റെ ശുഭാപ്തി വിശ്വാസത്തെയും അവർ വേർതിരിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യനെന്ന് പറയുമ്പോൾ അവന് ശുഭാപ്തി വിശ്വാസമുണ്ട്. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ പാസ്സാവും എന്ന് പറയുന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിന് ചിലപ്പോൾ കോട്ടം തട്ടാം, അല്ലെങ്കിൽ ആ വിശ്വാസം ചിലപ്പോൾ മങ്ങാം, ചിലപ്പോൾ അത് തിളങ്ങാം. അപ്പോൾ അത് ഓക്കെ, അത് ഹ്യൂമൻ ഒപ്റ്റിമിസം. ആ ഹ്യൂമൻ ഒപ്റ്റിമിസത്തെ അല്ല ഇവിടെ പോയിട്ട് പ്രതീക്ഷയായിട്ട് പറയുന്ന, ഹോപ്പായിട്ട് പറയുന്ന. അപ്പോൾ അവർ നമ്മൾക്ക് ആ ഒരു പരീക്ഷ എഴുതിയിട്ട് പരീക്ഷ പാസ്സാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ജയിച്ചൊന്ന് അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1-2 മാർക്ക് കുറഞ്ഞു എന്ന് വയ്ക്കുക. അപ്പോൾ അത് അവിടെ നമുക്ക് കോട്ടം തട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ ഫെയ്ഡ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ശുഭാപ്തി വിശ്വാസത്തെയാണ്, മറിച്ച് പ്രതീക്ഷയെ അല്ല. ഓക്കെ, അത് രണ്ടും വ്യത്യാസമുണ്ട് എന്നാണ് പോയിട്ട് ഇവിടെ ജസ്റ്റ് അത് ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിലും അവരുടെ കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം that could abash the little bird that kept so many warm. അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഒരു കിളിയുടെ നാദം ഏറ്റവും മനോഹരമായി കേൾക്കുന്നത് ഈ സ്റ്റോമിൻ്റെ അല്ലെങ്കിൽ ഗെയിലിൻ്റെ അല്ലെങ്കിൽ അത്രയും വരെ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ ഇങ്ങനെയുള്ള സമയങ്ങളിലാണെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പ്രതീക്ഷയും. എന്താണ് ആ പ്രതീക്ഷ സ്വീറ്റസ്റ്റായിട്ട്, ആ പ്രതീക്ഷയ്ക്ക് ഏറ്റവും മധുരം തോന്നുന്നത് എന്താണ്, അത് പ്രശ്നങ്ങളുടെ സമയത്താണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസിൻ്റെ സഫറിങ്ങിൻ്റെ സമയത്താണ് പ്രതീക്ഷകൾക്ക് ഏറ്റവും മധുരതരമായിട്ട് തോന്നുന്നത് സഫറിങ്ങിൻ്റെ സമയത്താണ്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു പ്രതീക്ഷ വളരെ വലിയൊരു സമാധാനം തരും. മറിച്ച് നമ്മൾ കംഫർട്ടിലിരിക്കുകയാണെങ്കിൽ, ആ ഒരു നല്ല സുഖത്തിലിരിക്കുകയാണെങ്കിൽ ആ പ്രതീക്ഷ എന്ത് ചെയ്യത്തില്ല, അത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ അത്രയും സമാധാനം തരുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ മധുരമായിട്ട് തോന്നുന്നത് എപ്പോഴാണ്, അത് ഗെയിലിൻ്റെ സമയത്താണ്, അത് വലിയ പ്രശ്നങ്ങളുടെ സമയത്താണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഈ സ്റ്റോം വളരെ സോറായിരിക്കും അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും, ആ ലിറ്റിൽ ബേർഡിനെ അബാഷ് ചെയ്യാൻ, നമ്മളെ പ്രതീക്ഷയാകുന്ന ലിറ്റിൽ ബേർഡിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തന്നെ ശക്തിയുള്ള സ്റ്റോം വന്നാലും അതെന്ത് ചെയ്യും, അതങ്ങനെ നശിച്ചു പോകുന്ന ഒരു കാര്യമല്ല നമ്മുടെ പ്രതീക്ഷ. അതെന്താണ്, അത് റിലൻലെസ് ആണ്. അത് ഒരുപാട് വഴികളിൽ, ദാറ്റ് കെപ്റ്റ് സോ മെനി വാം, ഒരുപാട് വഴികളിൽ അതെന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടും
ഉയർന്നു വരാൻ, ആ പ്രതീക്ഷ ഉയർന്നു വരാൻ ശ്രമിക്കും. അതായത് നമ്മുടെ ബേസിക്കലി നമ്മുടെ മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു നേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മുന്നേറാനുള്ള ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് നമുക്കുണ്ടായി വരും. അതാണ് പറയുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ, അങ്ങനെ ഒരു പ്രശ്നത്തിന് സമയത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷയ്ക്ക് വളരെ മധുരം കൂടുതലായിട്ട് നമുക്ക് തോന്നും എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നുണ്ട്, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളെ ആ ലിറ്റിൽ ബേർഡിനെ, ആ പ്രതീക്ഷയാകുന്ന ലിറ്റിൽ ബേർഡിനെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ളതായിരിക്കും. അത്രയ്ക്കും വലിയ സ്റ്റോം ആയിരിക്കും, അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യും, അത് റിലൻറ്റ്ലെസ് ആയിട്ട് അതിങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ വീണ്ടും 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 പരിശ്രമിച്ച് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി അതിൽ നമുക്കൊരു ഹോപ്പ് തരും എന്നാണ് കവി പറയുന്നത്. ആക്ച്വലി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ലാസ്റ്റ് ഞാൻ സമ്മറി കണക്ക് പറയാം. ആൻഡ് ദ തേർഡ് സ്റ്റാൻസ, ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. അപ്പോൾ പറയുന്നുണ്ട്, കവി തൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. എമിലി ഡിക്കിൻസൺ അവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ ഈ പ്രതീക്ഷയുടെ സൗണ്ട്, അതായത് കിളിയായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ ആ ഒരു മനോഹരമായ സൗണ്ട് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? ചില്ലസ്റ്റ് ലാൻഡ്. ചില്ലസ്റ്റ് ലാൻഡ് എന്ന് വെച്ചാൽ ചില്ലെന്ന് വെച്ചാൽ എന്താണ്? തണുപ്പ്. അത്രയ്ക്കും തണുപ്പ് നിറഞ്ഞ, അത്രയ്ക്കും എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള വെതറിൽ, അല്ലെങ്കിൽ ആ ഒരു ഭൂമിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതീക്ഷയുടെ സഫറിങ്, അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ആ ഒരു സഫറിങ്ങിനിടയിലും ആ പ്രതീക്ഷയുടെ ആ ഒരു എക്സിസ്റ്റൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്നതാണ്, ചില്ലസ്റ്റ് ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന അവർ ഫേസ് ചെയ്ത വലിയ വലിയ പ്രോബ്ലംസിനെയാണ്. ആ അത്രയും വലിയ പ്രോബ്ലംസിൻ്റെ ഇടയിലും ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്? ഞാൻ പ്രതീക്ഷയെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും വലിയ പ്രോബ്ലംസ് എനിക്ക് ഉണ്ടാകുമ്പോഴും എനിക്ക് എന്തുണ്ടായിരുന്നു? എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? പരിചയമില്ലാത്ത ഒരു കടലിൽ അകപ്പെട്ടപ്പോഴും എനിക്കെന്തുണ്ടായിരുന്നു? പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് എന്ത് ചെയ്യണം, ഭയങ്കര സ്ട്രേഞ്ചായ, ഭയങ്കര അൺഫെമിലിയർ ആയ ഒരു സർക്കംസ്റ്റാൻസസ്, അവിടെ എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നേറണം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടും എന്നൊന്നും അറിയാത്ത സർക്കംസ്റ്റാൻസസിലും, അങ്ങനെ അറിയാത്ത ആ ഒരു സാഹചര്യങ്ങളിലും എനിക്ക് എന്തുണ്ടായിരുന്നു? പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷയെ കേട്ടിട്ടുണ്ട്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അപ്പോൾ അത്രയും എക്സ്ട്രീം സിറ്റുവേഷനിലും അതെന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും സഫറിങ് നിറഞ്ഞ, അത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞ ചില്ലസ്റ്റ് ലാൻഡിലും സ്ട്രേഞ്ച് സീയിലും അതെന്ത് ചെയ്തിട്ടില്ല? എന്നിൽ നിന്ന് ഒരു ക്രംബ് പോലും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടാതെയാണ്, അല്ലെങ്കിൽ അത്രയും സെൽഫ്ലെസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്രയും ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രതീക്ഷ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സ്റ്റാൻസ. ഞാൻ സമ്മറി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, നമ്മുടെ മനുഷ്യന് പ്രതീക്ഷ ഉണ്ടായിരിക്കേണ്ട, അവൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്ത് വേണം? പ്രതീക്ഷ വേണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ കവിതയിൽ പറയുന്നത്. ഇത് ആക്ച്വലി 3 സ്റ്റാൻസ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് പ്രതീക്ഷയുടെ ആ ഒരു ബേസിക് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അതായത് എന്താണ് പ്രതീക്ഷ എന്ന് പറയുന്നത്? നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള, നമ്മുടെ അകത്ത് തന്നെയുള്ള ഒരു തരം ഒരു ചിറകുള്ള പക്ഷിയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പക്ഷിയാണ് പ്രതീക്ഷ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞു പക്ഷി എന്ത് ചെയ്യും? അത് ട്യൂൺ മൂളും, അല്ലാതെ വാക്കുകളായിട്ട് പുറത്ത് വരത്തില്ല. പക്ഷി എന്താണ് ചെയ്യുന്നത്? ട്യൂൺസ് ആയിട്ടാണ് അതിൻ്റെ സംഗീതം പുറത്തേക്ക് വരുന്നത്. ആ ട്യൂൺ മൂളുന്നത് ഒരിക്കലും നിർത്തുകയുമില്ല. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റാൻസയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു കുഞ്ഞു പക്ഷിയാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്ത് ചെയ്യും? ട്യൂൺ മൂളും. പക്ഷെ എന്ത് ചെയ്യത്തില്ല? അതിന് വാക്കുകൾ ഉണ്ടായിരിക്കില്ല, വേർഡ്സ് ഉണ്ടായിരിക്കില്ല. വേർഡ്സാണ് മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ആ ഒരു പുറത്തേക്ക് വരുന്ന ആ സംഗീതം, അല്ലെങ്കിൽ ആ പുറത്തേക്ക്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ പ്രതീക്ഷകൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത് ലോജിക്കലി പോസിബിൾ ആവണമെന്ന് തോന്നണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നാളെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ ആരുടെങ്കിലും പറയുമ്പോൾ അവർക്കത് സംഭവിക്കുമോ, ഇങ്ങനെ അവന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ലോജിക്കലി പോസിബിൾ ആണോ എന്നുള്ള ഒരു കാര്യം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ പറയുന്നത്, പ്രതീക്ഷ വേർഡ്സായിട്ടല്ല പുറത്ത് വരുന്നത്, ട്യൂണായിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ വേർഡ്സ് ആണെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വാക്കുകളായിട്ട് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വേർഡ്സായിട്ടല്ല, ട്യൂണായിട്ടാണ് പുറത്ത് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വരുന്ന പ്രതീക്ഷയാകുന്ന ആ ഒരു സംഗീതം എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രതീക്ഷയാകുന്ന കിളിയിൽ നിന്ന് വരുന്ന ആ സംഗീതം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും എന്തുണ്ടാകും? നമ്മുടെ ഉള്ളിൽ ഓരോ പ്രതീക്ഷകളുണ്ടാകും. അപ്പോൾ അതാണ് ഫസ്റ്റ് ആൻസർ.
സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് പ്രതീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മധുരം തോന്നുന്നത് എപ്പോഴാണ്? അത് ഗെയിലിൻ്റെ സമയത്താണ്, കൊടുങ്കാറ്റിൻ്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ സഫറിങ്സിൻ്റെ സമയത്താണ് പ്രതീക്ഷയ്ക്ക് കൂടുതൽ മധുരതരമായിട്ട് തോന്നുന്നത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും സഫറിങ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയ്ക്കായിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നുന്നത്. ഓക്കെ, നമുക്ക് നാളെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഓവർകം ചെയ്യാം എന്നൊരു സമാധാനം കിട്ടുന്നത്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മധുരം തോന്നുന്നത് എപ്പോഴാണ്? അത് സഫറിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ, കംഫർട്ടിൻ്റെ സമയത്തല്ല. ഇനി ആ ഒരു പ്രതീക്ഷയാകുന്ന കിളിയെ ടോട്ടലി അബാഷ് ചെയ്യാൻ, ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യാൻ കെൽപ്പുള്ളതായിരിക്കും ആ സ്റ്റോം എന്ന് പറയുമ്പോൾ ആ പ്രോബ്ലംസ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയാനുള്ള ഒരു ശക്തിയുള്ള ഒരു സംഭവം വന്നാലും നമ്മുടെ പ്രതീക്ഷ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തി അവിടെ കൂടെ ആ ഒരു പ്രതീക്ഷ മുന്നോട്ട് വരും. അതായത് പ്രതീക്ഷ എന്താണ്? അൺടയറിങ് ആയിട്ട് റിലൻലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പെട്ടെന്ന് അതിനെ ഒന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല. എത്രയും ശക്തിയുള്ള, അതിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ ശക്തിയുള്ളൊരു കാര്യം വന്നാലും അതെവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടെത്തി മുന്നോട്ട് വരും. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതീക്ഷ എപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? നമ്മൾ ചില്ലസ് ലാൻഡിലും സ്ട്രേഞ്ചസ് സീയിലും ആയിരുന്ന സമയത്ത്. അതായത് അത്രയ്ക്കും കഷ്ടത പിടിച്ച ചില്ലസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പുള്ള പ്രദേശമാണ്. അവിടെ നമുക്ക് ജീവിക്കൽ അത്ര എളുപ്പമല്ല അല്ലേ? അപ്പോൾ അത്രയും ചില്ലസ്റ്റ് ലാൻഡിലും അതുപോലെ തന്നെ സ്ട്രേഞ്ചസ് സീ, സ്ട്രേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അൺഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് എന്ത് മുന്നോട്ട് ചെയ്യണമെന്ന് അറിയാതിരുന്ന സാഹചര്യത്തിലും നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു? നമ്മൾ ആരുടെ സംഗീതം കേട്ടു? ആ ഒരു പ്രതീക്ഷയാകുന്ന കിളിയുടെ സംഗീതം കേട്ടു. അതായത് അപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു? നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ഇതൊക്കെ ഓവർകം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പ്രതീക്ഷ നമുക്ക് തരുമ്പോഴും, ഇത്രയും നമുക്ക് ഓവർകം പറ്റും, ഇത്രയും സഫറിങ്സിനിടയിലും ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു സമാധാനം തരുമ്പോഴും പകരം പ്രതീക്ഷ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രതീക്ഷ എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു എക്സ്ട്രീമിറ്റിയിൽ പോലും, അത്രയും വലിയ എക്സ്ട്രീമായിട്ടുള്ള സഫറിങ്സിൽ പോലും എന്ത് ചെയ്തിട്ടില്ല? നമ്മളിൽ നിന്ന് ഒരു കാര്യവും അത് തിരിച്ച് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ച് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കവിത. ആക്ച്വലി ഇത് വളരെ സിമ്പിളായിട്ടൊരു കവിതയാണ്. ജസ്റ്റ് കുറച്ച് ഇന്നർ മീനിങ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ആ ഒരു ലൈൻസിൻ്റെ മീനിങ്ങുമായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ ആ ഒരു ബേർഡും ഹോപ്പുമായിട്ട് കമ്പയർ ചെയ്തൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കവിത. താങ്ക് യു.